ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ഒരു ചെറിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആകാശി മരണപ്പെട്ടു എന്ന് വെച്ചിട്ട് പ്രീതി ആകെ വിഷമത്തിൽ അശ്വിൻ്റെ കൂടെ കാറിൽ കയറുവാണ്. ശ്രുതിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോഴേക്കും ആ കുന്നിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴേക്കും പ്രീതിക്ക് അവിടെ നിന്ന് ആകാശിൻ്റെ കണ്ണട കിട്ടുവാണ്. അത് കിട്ടണ നമ്മുടെ പ്രീതി ആകെ പൊട്ടിക്കറിയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പാവ ആകാശ് സാർ കണ്ണട ഊരിച്ചിട്ട് ആയിരിക്കണം കുന്നിൻ്റെ പുറത്തുനിന്ന് ചാടിയത് എന്ന് പറയുമ്പോൾ പ്രീതി ഒച്ചത്തിൽ പറയുന്നുണ്ട്, സാർ എന്തിനാ സാർ ഇങ്ങനെ ചെയ്തത്, എനിക്ക് സാറിന് എത്ര ഇഷ്ടമാണെന്നറിയാവോ, ഞാൻ ഇഷ്ടം തുറന്നു പറയാൻ കാരണം സാറിന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. പ്രീതിയുടെ കരച്ചിൽ കാണുമ്പോഴേക്കും ആകാശിനെ സഹിക്കാൻ പറ്റില്ല. ആകാശ് പെട്ടെന്ന് തന്നെ പ്രീതിയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് പ്രീതിക്ക് വരാത്ത സന്തോഷം തോന്നുവാണ്. അങ്ങനെ ആകാശിനെ കെട്ടിപ്പിടിക്കുക കേട്ടോ പ്രീതി. ആ സമയത്ത് ശ്രുതി അശ്വിൻ്റെ മുഖത്ത് ഇങ്ങനെ കാണിക്കണം, കണ്ടോ കണ്ടോ എൻ്റെ ഐഡിയ കണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ പ്രീതിയും ശ്രുതിയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആകാശും അശ്വിനും വീട്ടിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. വേറൊന്നുമല്ല, ആകാശിനെ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരൊക്കെ കൂടി മനോരമ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആകാശ് വരുമ്പോൾ പറയുന്നുണ്ട്, ദേ ഇതാണ് എൻ്റെ മോനെ ഇതാണ് മിസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ ആകാശ് പറഞ്ഞ, അമ്മേ ഇവരൊക്കെ എന്താ ഇവിടെയാണോ, നിന്റെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ട, അമ്മേ ദേ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ ആ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ, പ്രീതി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് എന്ന് പറയുമ്പോൾ ആ വിവാഹം ഉറപ്പിക്കാൻ വന്നവരുണ്ടല്ലോ അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാട്ടോ. നിങ്ങളുടെ മകൻ ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പാടില്ലായിരുന്നോ, ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് അപമാനിക്കണമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവരോട് നിന്ന് ഇറങ്ങി പോകുവാണ്. അവർ പോയിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട്, എന്ത് ആ കീറസാരിക്കയുടെ ചേച്ചിയോ, ഒരിക്കലും ഞാൻ ഇതിനെ സമ്മതിക്കുമെന്ന് നീ വിചാരിക്കും വേണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ മനോരമ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ആകാശിനെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്, നല്ല പെൺകുട്ടിയാണ്, നല്ല തീരുമാനം എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയൊക്കെ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് തന്നെ മനോരമ പറയണേ, ഞാൻ ചത്താൽ ഈ ബന്ധത്തിനെ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആകാശിന്റെ ദേഷ്യം വന്നിട്ട് ആകാശം അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആകാശിന്റെ അച്ഛനുണ്ടല്ലോ മോഹനൻ, അയാൾ പറയുന്നുണ്ട്, അതെ മനോരമേ നീ ഈ വീട്ടിൽ എങ്ങനെയാ വന്നതെന്ന് നിനക്കറിയാവോ, നീ ഇപ്പൊ വല്ല സ്റ്റാറ്റസും പണക്കാരി പെണ്ണുങ്ങളിലേക്ക് നോക്കുന്നുണ്ടല്ലോ, പക്ഷെ നീ ഈ വീട്ടിൽ വന്നപ്പോൾ നിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, എന്തായാലും എൻ്റെ മോൻ അവനെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അവൻ ഇത്രയും പ്രായത്തിനിടക്ക് ഒരു ആഗ്രഹമോ ഒരു സംഭവം പിണക്കോ ഒന്നും ഉണ്ടായിട്ടില്ല, അവൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമോ, അവന് അത്രമാത്രം ഇഷ്ടമായിരിക്കും ആ പെൺകുട്ടിനെ, എന്തായാലും ഞങ്ങൾക്കും ആ പെൺകുട്ടിനെ ഇഷ്ടമാണ്, അവന്റെ ആ വിവാഹം നടക്കും, നീ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നടക്കും എന്ന് പറയുമ്പോൾ മനോരമ പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുവാട്ടോ. അപ്പൊ എല്ലാവരും മനോരമാൻ്റെ പോകരുത് നമ്മൾ കാല് പിടിക്കുന്നുണ്ട്. മോഹനങ്ങൾ പറയണ്ട, അവള് പോട്ടെ 1 മണിക്കൂറിനുള്ളിൽ അവൾ തിരിച്ചു വരും എന്നൊക്കെ പറയാണ്. മനോരമ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും പുറകെ നിന്ന് വിളിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രൊമോയിൽ കാണിച്ചില്ല, ശ്രുതി അശ്വിനെ തള്ളി ഇങ്ങനെ ഉന്തണത്, അത് മനോരമനെ പിടിച്ച് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തള്ളണത് കേട്ടോ. അങ്ങനെ അശ്വിൻ പോകുന്നുണ്ട്. മനോരമയുടെ അടുത്ത് പറയുന്നുണ്ട്, ആന്റി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആന്റിക്ക് തന്നെയാണ് നഷ്ടം, ഭർത്താവിനെ നഷ്ടപ്പെടും, സ്വന്തം മോനെ നഷ്ടപ്പെടും. ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടുന്ന് ആന്റി രാജകുമാരനെ പോലെയാണ് ജീവിച്ചത്, ആന്റി പഴയ പോലത്തെ അവസ്ഥയിലേക്ക് പോയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, അതുകൊണ്ട് ആന്റി വിവാഹത്തിന് സമ്മതിക്കണം നല്ലത്, അല്ലെങ്കിൽ ആന്റിക്ക് പഴയ പോലെ തന്നെ നടക്കാം, എല്ലാ രാജജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. പക്ഷെ അശ്വിന്റെ പറച്ചില് നമ്മുടെ മനോരമ വീടും കേട്ടോ. അങ്ങനെ മനോരമ പിണക്കൊക്കെ മാറി കല്യാണത്തിന് സമ്മതിക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ അതായത് ഫുൾ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ആയിട്ട് നാളെ രാവിലെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.